അല്ല, തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യകരമായ സംഭവമാണിത്. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള വീഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നമ്മൾ റിസോർട്ട്സ് ചെയ്യുമ്പോഴും നമ്മൾ കേരളത്തിന്റെ തനിമ നിലനിർത്തുമ്പോഴും അത് ഈ പ്രകൃതിക്കനുസരിച്ചുള്ള റിസോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ സേഫ്റ്റി കാര്യത്തിൽ ഒരു കോംപ്രമൈസ് തന്നെ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അന്വേഷണത്തിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് അതിന് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമുണ്ട്. കാര്യം പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സ് ആണ് ഇങ്ങനെയുള്ള റിസോർട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. വരുന്ന ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹോട്ടൽസും റിസോർട്ട്സും നടത്തുന്ന ഓണേഴ്സിനും അതിന്റെ മറ്റ് ഉദ്യോഗസ്ഥർക്കും തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കാലപ്പഴക്കമുള്ള ടെന്റുകളോ അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ വയനാട്ടിലാണെങ്കിൽ ഒരുപാട് ട്രീ ഹൗസസ് ഉണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ സുരക്ഷ ഗവൺമെന്റ് കൂടി പരിശോധിക്കുന്ന നടപടിയിലേക്ക് വരികയും വേണം. ഗവൺമെന്റിന്റെ പെർമിഷൻ കൂടി ആയിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നടത്തുന്നത്. അങ്ങനെ അല്ലാതെ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് തീർച്ചയായിട്ടും നടപടി എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് എടുക്കുകയും വേണം. സുരക്ഷാ ഓഡിറ്റ് സ്വന്തമായിട്ടും അതോടൊപ്പം തന്നെ ഗവൺമെന്റും നടത്തി താമസിക്കുന്ന ടൂറിസ്റ്റുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയുന്നത്. പ്രധാനം ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? അതായത് ഇപ്പം നമ്മളൊരു സ്ഥലം റിസോർട്ട് ബുക്ക് ചെയ്യുന്നു, അതിൻ്റെ വിശദമായ കാര്യങ്ങൾ, അതിൻ്റെ ഭംഗിയും മറ്റ് ഘടകങ്ങളും ആകർഷക ഘടകങ്ങളും ഒഴികെ ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു പാഠമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പോയ സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഭംഗി മാത്രമുള്ള സ്ഥലങ്ങളിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ടൂറിസ്റ്റിനുമുണ്ട്. പക്ഷെ പലപ്പോഴും നോക്കാറില്ല. കാര്യം ഇത് സുരക്ഷിതമല്ലെങ്കിൽ നമ്മളെ അങ്ങനെ താമസിക്കില്ലല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പോ അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം ഇതിന്റെ ഓൺടർപ്രണേഴ്സ് തന്നെയാണ്. അതേസമയം ടൂറിസ്റ്റുകളും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് 1-2 ഇൻസിഡൻസ് വയനാട്ടിൽ ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ ആ സ്ഥലം സുരക്ഷിതമാണോ, ആ ബിൽഡിംഗ് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ് സുരക്ഷിതമാണോ എന്നുകൂടി നമ്മളൊക്കെ പരിശോധിക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ഈ സംഭവം. വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി എന്നാണ് എനിക്ക് പറയുന്നത്. സാർ, ഇപ്പോൾ ഈ വന്യമൃഗശല്യം അതും ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. പല വടക്കൻ ജില്ലകളിലൊക്കെ നഗരപ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ വന്യമൃഗശല്യം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അത് ടൂറിസം മേഖലയെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? കേരളത്തിൽ ഇത്തരത്തിൽ വന്യമൃഗത്തിൻ്റെ ശല്യം എന്നത് ഒരു പൊതുധാരയിൽ അങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്ത് പോകുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വന്യമൃഗശല്യം, രണ്ട് ഈ പക്ഷിശല്യം. ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരുടെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ താമസിക്കുന്ന നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ ഒരുപക്ഷെ തിങ്ങി നിറങ്ങി കാട് പോലെ എല്ലാം ആക്കി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സുരക്ഷിതത്വം ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് വലിയ കഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായി. ഒരുപാട് പേര് മരിച്ചു. വളരെ ദുഃഖകരമായ രീതിയിലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു നിയന്ത്രിതമായി ഗവൺമെന്റിനെ കൊണ്ടുപോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നടപടികൾ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ നിർബന്ധമായും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും ലോക്കൽ ഭരണകൂടവും അതോടൊപ്പം തന്നെ വനം വകുപ്പും ഗവൺമെന്റും എടുക്കേണ്ടതാണ്. നമ്മുടെ നാട്ടുകാരുടെ സുരക്ഷിതത്വവും വരുന്ന താമസിക്കുന്നവരുടെ സുരക്ഷിതത്വവും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഏത് ടൂറിസ്റ്റിംഗ് എന്തെങ്കിലും, ലോകത്തുള്ള ഏത് ടൂറിസ്റ്റിംഗ് എന്തെങ്കിലാണെങ്കിലും ഒരു ടൂറിസ്റ്റ് പോകുമ്പോൾ ആദ്യം ആലോചിക്കുന്ന കാര്യം സേഫ്റ്റിയാണ്. സേഫായിട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റുമോ, സേഫായിട്ട് അവിടെ താമസിക്കാൻ പറ്റുമോ, ഒരു വളരെ ഹാസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഹോളിഡേ എനിക്ക് എടുക്കാൻ പറ്റുമോ, എന്റെ ഹോളിഡേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, പേടിക്കാതെ പോയി താമസിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ഒരു ടൂറിസ്റ്റ് എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് തന്നെ നമ്മൾ കേരളം ഇതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങൾ വളരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് എടുത്തു വരികയാണ്. പക്ഷെ അത് കുറച്ചുകൂടി ശക്തമായും കാര്യക്ഷമമായും നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ലോക ടൂറിസത്തിൽ തന്നെ ഇന്ത്യയും കേരളവും അത് പ്രത്യേകിച്ചൊരു ഇടം പിടിച്ചൊരു സ്ഥലം തന്നെയാണ്. കേരളത്തിൻ്റെ പ്രകൃതി രമണീയതയും അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ടൂറിസത്തിന് പലപ്പോഴും ഇത്തരം കാര്യങ്ങളും അതുപോലെ സ്കാമുകളും മാത്രമല്ല ഈ പിടിച്ചുപറി മറ്റേ കൊള്ള ലാഭത്തിലുള്ള കാര്യത്തിൽ ആൾക്കാരെ പിഴിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും കൂടുതലും നെഗറ്റീവായി മാറുന്നത്. ആ കാലമൊക്കെ മാറേണ്ട ഒരു സാഹചര്യം, അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടലും ആവശ്യമല്ലേ സാർ ഈ ഘട്ടത്തിൽ? അല്ലെ, ആക്ച്വലി ഇതിനകത്ത് ഈ ടൂറിസം നമ്മൾ പറയുന്നത് പോലെ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അത് അങ്ങനെ ആകാനുള്ള കാരണം എന്ന് പറയുന്നത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് സഹകരിച്ച് ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിന്റെ മാർക്കറ്റിങ്ങിനകത്തും അതിനകത്തുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനകത്തും ശ്രദ്ധ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടറും മാർക്കറ്റിങ്ങിനകത്തും അതോട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്സും നല്ല രീതിയിലുള്ള സർവീസും നല്ല രീതിയിലുള്ള ഫുഡും നല്ല രീതിയിലുള്ള ബാക്കിയുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ്, വർഷങ്ങളായി ചെയ്യുന്നത് കൊണ്ടാണ് കേരളം ഒരു റെപ്യൂട്ടഡ് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് വളർന്നു കഴിഞ്ഞത്. അപ്പോൾ പക്ഷെ അത് നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. കാര്യം ഇങ്ങനെ ഒരു ടൂറിസം കേന്ദ്രം വളർന്നു കഴിയുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ, സേഫ്റ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ശല്യങ്ങൾ ഉണ്ടാകാം, അക്രമങ്ങൾ ഉണ്ടാകാം, ആക്സിഡന്റ്സ് ഉണ്ടാകാം, വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാകാം, പട്ടികപ്പിടുത്തവും പട്ടിയുടെ കടിയും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പിന്നെ ഇതുപോലുള്ള ബിൽഡിങ്സിന്റെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകാം, പിന്നെ ഇപ്പോൾ പുതിയ ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട മറ്റു രീതിയിലുള്ള അനാശ്വാസ നടപടികളെല്ലാം തന്നെ ഉണ്ടാകാം ഇങ്ങനെയുള്ള ഈ വളർന്നു വരുന്ന ടൂറിസം ദേശം. പക്ഷെ അത് നിയമപരമായിട്ടും ശക്തമായിട്ടും തടയാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. അതോടൊപ്പം തന്നെ ടൂറിസം ഓൺടർപ്രണേഴ്സിനും അതിന് കൃത്യമായ ബാധ്യതയുണ്ട്. അപ്പോൾ സംയുക്തമായിട്ടുള്ള നടപടികളിലൂടെയും ആലോചിച്ച് ഉള്ള പെരുമാറ്റങ്ങളിലൂടെയും പിന്നെ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അത് ചെയ്ത് വരുന്നുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം. കാര്യം അങ്ങനെ അതുകൊണ്ടാണ് ടൂറിസം നിലനിൽക്കുന്നത് ഇവിടെ. പക്ഷേ അനിഷ്ട സംഭവങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്താൽ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാൻ പറ്റുമില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ടൂറിസത്തെ ബാധിക്കുകയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.